അങ്ങനെ ഞങ്ങൾ കണ്ണൂർക്കാരുടെ കല്യാണവും കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് നേരെ പോയത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിലാണ്. അങ്ങനെ മുത്തപ്പൻ കാവലെത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. അവിടെ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ടോയ്സിൻ്റെ ഒക്കെ ഷോപ്പുകൾ ഒരുപാടുണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ എല്ലാം വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ ശ്രീ മുത്തപ്പൻ സന്നിധാനത്തിലോട്ട് ഞങ്ങൾ എൻ്റർ ചെയ്തു. മുത്തപ്പൻ കാവിൽ പോയവർക്കറിയാം, ഫ്രണ്ടിൽ വലിയ പുഴയാണ്, വളവട്ടണം പുഴ. അപ്പോൾ ആ പുഴയിൽ ഇറങ്ങി നമ്മളൊന്ന് ഫ്രഷായി കയ്യും കാലെല്ലാം കഴുകിയിട്ട് നമ്മൾ അകത്ത് കയറുക. അപ്പം കുഞ്ഞിന് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ കുറേ നേരം അവിടെ നിന്ന് കളിച്ചിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് വേണ്ടായിരുന്നു. അവിടെ ഈ സമയവും ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി പ്രാർത്ഥിച്ചു. ഫോട്ടോഗ്രാഫി ഈസ് പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. അതിന് ശേഷം നമ്മൾ ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിങ്ങിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. 3 ആൾക്ക് 3 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ ബോട്ടിൽ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറി. അടിപൊളിയായിരുന്നു, പാട്ടും ഡാൻസും നല്ല വൈബുള്ള ഒരു ബോട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് വരണം, അപ്പം നല്ല എൻജോയ് ചെയ്ത് പോവാം. അങ്ങനെ ആ പുഴയൊക്കെ മൊത്തം ചുറ്റി കണ്ടു. അപ്പം നമുക്ക് മുത്തപ്പൻ ടെമ്പിളും കാണാം കേട്ടോ. ആ പുഴയിൽ കൂടെ പോകുമ്പോൾ നല്ല വ്യൂ ആണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ മുത്തപ്പൻ കാവിൽ എപ്പോഴും കൊടുക്കുന്ന പ്രസാദമാണ് പയറും തേങ്ങാ കഷ്ണവും ചായയും. അപ്പം ആ പ്രസാദവും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. ടാറ്റാ.